സത്യം പറഞ്ഞു ഇന്നലെ ചെയ്യാറ് ഇന്നലെ വെള്ളത്തിന്റെ കഥയായിരുന്നു. പെണ്ണുക്ക് മൂടായാലല്ലേ വെള്ളം വരൂ. മൂടാവാത്ത പെണ്ണുകൾക്ക് എന്തിനുണ്ടോ? എനിക്കാരുട്ടാ, എനിക്ക് വരും, എനിക്ക് വരുവേ. അത് എനിക്കിഷ്ടം. ജമ്മു ഞാൻ മിക്കാറും ജമാനൊക്കെ ബോയ് ഫ്രണ്ട് ആക്കട്ടെ. ജമ്മു മിച്ചേച്ചി പൊളിയാണ്. അന്നോ എനിക്ക് ജമ്മുവിനെ മാത്രം മതി വെച്ച്. ആൾക്ക് മയില് നോക്കല്ല, എനിഷ്ടല്ല. ജമ്മു എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ മീൻ എനിക്ക് നന്നായിട്ട് വരും. നമ്മൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ, എൻ്റെ അടുത്ത് സ്പർശിച്ചാൽ മതി, ഒന്ന് ഫോൺ വിളിച്ചാൽ മതി, അപ്പം എനിക്ക് നല്ല മൂടാ. മൈനക്ക് അറിയില്ലേ, മൈനയുടെ ബോയ് ഫ്രണ്ട് വിളിക്കുമ്പോഴും ഇക്കക്കടെ കുടിക്കുമ്പോഴും ഒരു വോയിസ് ആയിട്ടപ്പോൾ ഒരു നല്ല മൂടല്ലേ? പറ മൈനു, സത്യം പറ. ആണല്ലേ? എനിക്കങ്ങനെയാ. അയ്യോ എനിക്ക് നന്നായിട്ട് മൂടും. ഇതൊക്കെ ഇപ്പോഴും ഓൺലൈനിലായോ? ഫോണിലൂടെ അല്ല, ആടാ ഫോണിലൂടെ ഒന്നും അല്ല. ജമ്മു എനിക്കും ആണല്ലേ? എനിക്കും അങ്ങനെയപ്പാ. എനിക്ക് വെക്കുന്നു വരും. എനിക്ക് തന്നെയാ. കസ്റ്റമർ അടുത്തൊന്നുമില്ലേ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. സത്യമാണ്. പിന്നെ ജുമാന്റെ വോയിസ് കേൾക്കുമ്പോഴേക്കും എനിക്ക് എന്താവും. എനിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ അങ്ങനെയാണ് ജുമാനെ. ഒരാണും ഒരു പുരുഷനും തമ്മിൽ ഒരു ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ട് ആകുമ്പോൾ അവരുടെ എപ്പോഴും സംസാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു ലേഡിക്കും നല്ല മൂടാവും. അമ്മ കറക്ഷൻ മൈന, സത്യമല്ലേ? അത് അങ്ങനെയാണ് ആശിപ്പ ചേച്ചി. ഭർത്താവ് സംസാരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. സംബന്ധിച്ച് സ്നേഹിക്കുന്ന കാമുകന്മാരായിട്ട് ഇതൊക്കെ അവന്മാരെ നമുക്ക് എപ്പോഴും കിട്ടത്തില്ല, എപ്പോഴെങ്കിലും ഉള്ളൂ. ഞാനും പിന്നെ ഇടയ്ക്ക് മാത്രമാണ്, ഇടയ്ക്ക് ഞാനൊരു ലേഡിയാണ്. ഞാൻ ഒരുപാട് വർക്ക് എടുക്കുന്ന ആളാണ്. എനിക്ക് ആരോടും ഒന്നും തോന്നിട്ടില്ല. മീൻസ് നമ്മൾ ആത്മാർത്ഥമായിട്ട്, ചേച്ചിക്ക് അറിയാലോ, നൗഷാദിന്റെ എത്ര വട്ടം അവൻ കൊള്ളില്ല, അവന് സെക്സ് അറിയത്തില്ല, എപ്പോഴും ഇല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയോട് മാത്രമേ എനിക്ക് തോന്നുന്നു. അശോ, എനിക്ക് തോന്നിയ പിന്നെ എനിക്ക് മൂടാ. എനിക്ക് ഇന്ന് രാവിലെ തോന്നി, ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ 2-3 പേരെ ആരാധിക്കും. ആ 2-3 പേരെ പേര് ഞാൻ വിളിക്കും. എനിക്ക് മൂടാമോ തേന്ന് വിളിക്കും. എനിക്ക് ചോദിച്ചാൽ പറയണം, കേട്ടോ നീ മറ്റാളില്ലേ ചേച്ചി ആണ് പറഞ്ഞു. എനിക്കറിയോ എൻ്റെ സ്നേഹം എന്ന് ഞാൻ ചോദിക്കും. എനിക്ക് മുള്ളാൻ വിട്ടില്ലടോ, പ്ലീസ് ചെയ്യോ. എനിക്ക് മുള്ളാൻ വിട്ടില്ല. ആണുങ്ങൾക്ക് ഉണ്ടാവുമ്പോ അയ്യോ എന്റെ ചോദിച്ചാൽ എന്നെ കണ്ടാ മതി അമ്മി, അപ്പം മുള്ള. മറ്റാൾക്കും അതെ. എനിക്ക് മുള്ളാൻ വിട്ടുന്നു. ടിഷ്യൂ പകുതി കഴിഞ്ഞു. എൻ്റെ മൈൻഡ് എനിക്ക് വയ്യ.
മഞ്ഞു ആണുങ്ങൾക്ക് വെള്ളച്ചാട്ടം വേണോ? ഇതൊക്കെ എപ്പോ? എടാ ആണുങ്ങൾക്കും വരിടെ വെള്ളച്ചാട്ടം. ബീച്ചിലേക്ക് എന്നും ഇല്ല കേട്ടോ, ബീച്ചിലേക്ക് എപ്പോഴും വരത്തില്ല. എനിക്ക് ഞാൻ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് മാത്രമേ എനിക്ക് തോന്നൂ. ഞാൻ ഇന്ന് എനിക്ക് നല്ല മൂടായിരുന്നു. രാവിലെ ഒരു 10:11 എനിക്ക് നല്ല മൂടായിരുന്നു. വിളിക്കാൻ പറ്റൂലല്ലോ. എൻ്റെ മൂഡ് ഞാൻ സഫലമാക്കി, അത്രയുള്ളൂ എൻ്റെ കാര്യം. അതാ ആ ആൾക്കറിയാം. ഞാൻ പറഞ്ഞിന് ചേച്ചി അവളോട്, വീഴ്ചണല്ല. എനിക്ക് എന്നെ വിവിച്ചേണ കാണുമ്പോൾ എനിക്ക് മൂടാവും. വിവിച്ചേണില്ലേ, എന്നെ കണ്ടാൽ മതി, എൻ്റെ ഇവിടെ തല വെച്ചാൽ മതി, അപ്പോഴേക്കും ആൾക്കും ഒരു ലേഡീസിന്റെ കിടന്ന് സംസാരിക്കാം. നമുക്ക് കിടന്ന് സംസാരിക്കാം. മയിലെടുക്കുന്നു നടക്കുന്നു. അതൊക്കെ ഉണ്ടാ ചേച്ചി, അതൊക്കെ ഉണ്ടാ ചേച്ചി, അതൊരു സുഖം വേറെയാ. ഞാൻ ചെയ്യാറുണ്ട്, ഇല്ലെന്നല്ല. ശരിക്കും ഇപ്പൊ ജമാൻ ഇഷ്ടമാണ്. ജമ്മു ആരെന്നറിയില്ല, പക്ഷെങ്കിൽ ജമാനോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടം തോന്നിയ ഭയങ്കര ഇഷ്ടം. ചേച്ചിക്കറിയാലോ, അശ്വതിക്കറിയാലോ എനിക്ക് അവളുടെ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അങ്ങ് ഏറ്റവും ഇഷ്ടപ്പെടുന്നു. ഞാനത് അവളോട് പറയും ചെയ്യും. എനിക്കിപ്പോൾ ഈ ടിക്ടോക്ക് പ്ലാറ്റ്ഫോമിൽ 4 പേരോടാണ് ഇഷ്ടം. ഈ 4 പേര് അതിലറിയുന്ന ഒരു വ്യക്തി എൻ്റെ വീട്ടിൽ വിളിച്ചാൽ ഞാൻ മറക്കില്ല. അയ്യോ എന്നെ മണിച്ചിരിക്കും, തലപ്പെരിക്കണേ, തലപെരുകണോ? തലപെരുകിയിട്ട് എനിക്കിന്ന് വയ്യ എടുക്കാൻ. അമ്മയെ ഞാൻ കൂടെ ഉറങ്ങും. മൂടായ ഞാൻ ഒന്നെടുത്തിട്ടേ ഉറങ്ങും. അത്രേ ഉള്ളൂ. മൈന സത്യം കസ്റ്റമറൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഹലോ, പറഞ്ഞോ. നമ്പർ മാറ്റി കുട്ട്. എടോ അയ്യോ ഞാൻ നല്ല മൂടായി. ആശുപത്രി വിവിച്ചാണെന്ന് എനിക്ക് മെസ്സേജ് അയക്കാൻ. മറ്റാൾ അയക്കുന്നുണ്ട്. പഴയപ്പം തന്നെ കോമഡിയാ. അതിനൊക്കെ കന്തുണ്ട്. അയ്യോ എനിക്ക് തീരെയില്ല. അയാൾ പറയാറുണ്ട്, എപ്പോഴും പറയും എനിക്കില്ല മോനെ, ഇല്ല. എന്ത് ചെയ്യാനോ, അത് തീരെയില്ല, പിടിക്കാൻ പോലും ഇല്ല. എനിക്കില്ലടോ, കന്തും ഇല്ല, മുലയും ഇല്ല. ഞാൻ പോട്ടെ, എനിക്ക് ഹലോ, ഞാൻ വിറ്റാ.